ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ. അതുകൊണ്ട് തന്നെ ഹാജിമാർ തങ്ങളുടെ ഹജ്ജ് മബ്റൂറാകാൻ അതിസൂക്ഷ്മതയോടെയാണ് ആ അമലുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ മബ്റൂർ എന്നത് ഹജ്ജിന്റെ മാത്രം പ്രത്യേകതയല്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും നല്ല ജോബ് ഏതാണെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി വകുല്ലു ബൈഇൻ മബ്റൂർ, മബ്റൂറായ കച്ചവടം എന്നാണ്. ഒരു കച്ചവടം മബ്റൂറാകണമെങ്കിൽ അതിന് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിൽക്കപ്പെടുന്ന വസ്തു ഉള്ളതായിരിക്കണം എന്നത്. അഥവാ ഇല്ലാത്ത സാധനത്തിന്റെ കച്ചവടം സ്വഹീഹാവില്ല. നമ്മുടെ നാടുകളിൽ തോട്ടം വിൽക്കുന്നൊരു കച്ചവടമുണ്ട്. അടുത്ത വർഷം ഉണ്ടാകാനിരിക്കുന്ന തേങ്ങയും മാങ്ങയും അടക്കയുമൊക്കെ ഈ വർഷം വിൽപ്പന നടത്തുന്ന ഒരു തോട്ടക്കച്ചവടത്തിന്റെ ഇടപാട് നമ്മുടെ നാടുകളിൽ സർവ്വസാധാരണമാണ്. ഈവൻ പള്ളിത്തോട്ടങ്ങൾ വരെ അടങ്കലായി കച്ചവടം ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് തനിച്ച ഹറാമാണ്. അഥവാ അടുത്ത വർഷം വിളവെടുപ്പ് നടന്നിട്ടില്ലെങ്കിൽ വാങ്ങിയ ആൾക്ക് നഷ്ടമുണ്ടാകുമെന്നതും കൂടുതൽ വിളവെടുപ്പുണ്ടായാൽ വിറ്റ ആൾക്ക് നഷ്ടമുണ്ടാകും എന്നതുമാണ് ഇസ്ലാം ഇത് നിരോധിക്കാനുള്ള കാരണം. ഒരു കച്ചവടം നടക്കുമ്പോൾ വിൽക്കുന്നയാളും വാങ്ങുന്നയാളും ഒരുപോലെ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ മാത്രമാണ് ആ കച്ചവടത്തിനെ മബ്റൂർ എന്ന് പറയുക.